ഹായ് ദൃശ്യം 3 റിലീസാവാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കുറച്ച് കഴിയുമ്പോൾ 10,000-നും 15,000-നും മുകളിലുള്ള ടിക്കറ്റുകൾ വിൽക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ 18,000-വും കടന്ന് 20,000-അടുത്തുള്ള ടിക്കറ്റുകളാണ് മണിക്കൂറിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ. ഇതാണ് മോഹൻലാൽ, ഇതാണ് ദൃശ്യം 3യിലുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷ. വമ്പൻ ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് മുകളിലാണ് സിനിമയുടെ ബുക്കിംഗ് വന്നു നിൽക്കാൻ പോകുന്നത്. അതായത് ഓരോ മണിക്കൂറിലും ഞെട്ടിപ്പിക്കുന്ന ബുക്കിംഗ് ആണ്. ആദ്യം 10,000 ആയിരുന്നു എങ്കിൽ പിന്നീട് 12,000 ആകുന്നു, 14,000 ആകുന്നു, 16,000 ആകുന്നു, 17,000 ആകുന്നു. ഇപ്പോൾ 19,000-അടുത്തുള്ള ടിക്കറ്റുകളാണ് മണിക്കൂറിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വലിയൊരു പ്രീ സെയിൽ കളക്ഷൻ സിനിമ നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ്. ഇതിനോടകം തന്നെ 30 കോടി എന്ന ഫസ്റ്റ് ഡേ പ്രീ സെയിൽ കളക്ഷൻ ഈ സിനിമ നേടിക്കഴിഞ്ഞു. ഇനി എത്രത്തോളം വരുമെന്ന് കണ്ടു തന്നെ അറിയണം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വമ്പൻ കളക്ഷനാണ് സിനിമ നേടാൻ പോകുന്നത്. ഒരു പോസിറ്റീവ് റെസ്പോൺസ് അത് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവൽ കളക്ഷൻ തൂക്ക് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സിനിമയെക്കുറിച്ച് പുറത്തു വരുന്ന റിപ്പോർട്ട് ഗംഭീരം എന്നുള്ളതാണ്. തീർച്ചയായും ഇത്തരം റിപ്പോർട്ടുകൾ പല സിനിമകൾക്കും വരാറുണ്ട്. പലതും സത്യമാവാറുണ്ട്, പലതും കള്ളവും ആവാറുണ്ട്. അത് സത്യമാണ് എങ്കിൽ നാളെ നിങ്ങൾ കണ്ടോളൂ, ബുക്ക് മൈ ഷോയിൽ 50,000-ന് മുകളിലുള്ള മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന നമ്മൾ കാണും. അതായത് ദൃശ്യം 3ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണ് എങ്കിൽ ബുക്ക് മൈ ഷോ കത്തും. 50,000-ന് മുകളിലുള്ള മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന നമ്മൾ കാണും. നാളെ ദൃശ്യത്തിന് പോസിറ്റീവ് റെസ്പോൺസ് ആണ് എങ്കിൽ മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രം പിറക്കും എന്നുള്ളത് തന്നെയാണ്. ഓരോ മണിക്കൂറിലും സിനിമയുടേതായിട്ട് വിറ്റുപോകുന്ന ടിക്കറ്റുകൾ അത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ത്യൻ ബുക്കിംഗ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദേശ മാർക്കറ്റിൽ വലിയ ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ലാലേട്ടനിലൂടെ മലയാള സിനിമ വളരുകയാണ്. ഒരാൾക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ലാലേട്ടൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രീസെയിൽ ബുക്കിംഗിൽ എമ്പുരാനെ മറികടക്കാൻ ദൃശ്യം 3ക്ക് സാധിച്ചില്ല എന്ന് വരും. അതായത് എമ്പുരാന്റെ പ്രീസെയിൽ കളക്ഷന്റെ ഏകദേശം അടുത്ത് മാത്രമേ ദൃശ്യം 3ക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഫസ്റ്റ് ഡേ കളക്ഷനിൽ ഒരു പക്ഷേ എമ്പുരാനെ മറികടക്കാനും സാധ്യതയുണ്ട്. സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണ് എങ്കിൽ എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ റെസ്പോൺസിനായിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.